ഉറക്കം എന്ന് പറയുന്നത് നല്ല ആരോഗ്യകരമായ ഭക്ഷണം അല്ലെങ്കിൽ വ്യായാമം എന്ന് പറയുന്നത് പോലെ തന്നെ സുപ്രധാനമാണ് ഒരു ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ കുറച്ച് നിർത്താനൊക്കെ തന്നെ. ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പം അക്യൂട്ട് സ്ലീപ്പ് ഡിപ്രൈവേഷൻ, അതായത് പെട്ടെന്ന് 1-2 ദിവസം നമുക്ക് ഉറക്കം വരാതിരിക്കുക. നമുക്കറിയാം, ചിലപ്പോൾ ഒരു വലിയ ഒരു മാനസിക സംഘട്ടനത്തിൻ്റെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, സ്ഥലം ഒന്ന് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിലൊക്കെ നമുക്കൊരു അക്യൂട്ട് 1-2 ദിവസം വരുന്ന ഒരു ഉറക്കക്കുറവ് വരാറുണ്ട്. അത് സർവ്വസാധാരണയാണ്. അത് വന്നതുപോലെ തന്നെ മാറിപ്പോകാറുമുണ്ട്. ക്രോണിക് സ്ലീപ്പ് ഡിപ്രൈവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ദിവസങ്ങൾ, പല ദിവസങ്ങൾ നമുക്ക് ഉറക്കം വരാതിരിക്കുക, ഉറങ്ങി തുടങ്ങാനുള്ള പ്രയാസം, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുക, പിന്നെ രാവിലെ ആവുമ്പോൾ മാത്രം ഉറക്കം വരിക, പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരിക, ഇതൊക്കെയാണ്. പിന്നെ സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ നുറുങ്ങുകളായിട്ട് ഉറക്കം വരിക, ഇടയ്ക്കൊക്കെ ഒരുപാട് തവണ ഉണരുക, പിന്നെ തിരിച്ചുറങ്ങാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരിക, ഇതൊക്കെ. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളാണ് ഉറക്കത്തിനെ സംബന്ധിച്ച് നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ ഉണ്ടാകുന്നത്. ഇവ 3ഉം പ്രശ്നം തന്നെയാണ്. അതിൽ അക്യൂട്ടായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഉറക്കക്കുറവ് നമുക്ക് അറിയാൻ ചിലപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് അതങ്ങ് മാറിപ്പോയി എന്നിരിക്കാം. പക്ഷെ ക്രോണിക് ഡിപ്രൈവേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ അടിയന്തരമായിട്ട് ചിലപ്പം അതിന് മരുന്നുകൾ പോലും കൊടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറക്കത്തിനെ സംബന്ധിക്കുന്ന ചില മെഡിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില രോഗാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അമിത ഉത്കണ്ഠ അല്ലെങ്കിൽ ഡിപ്രഷൻ ഒക്കെ തന്നെ ഉറക്കക്കുറവിൽ കലാശിക്കാം. പക്ഷെ അതുപോലെ തന്നെ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന, നമ്മൾ നേരെ കിടക്കുമ്പോൾ ഈ നമ്മുടെ അപ്പർ എയർവേസ് അല്ലെങ്കിൽ ഈ ശ്വാസകോശത്തിലേക്കുള്ള ഓക്സിജൻ്റെ പ്രവാഹം നിലയ്ക്കുകയും പെട്ടെന്ന് ചാടി എണീക്കുകയും, ഒരുപക്ഷെ ചിലപ്പോൾ ചാടി എണീറ്റില്ലെങ്കിൽ പോലും വളരെ ഉച്ചത്തിൽ കൂർക്കം വലി ഉണ്ടാകുകയും പകൽ സമയങ്ങളിൽ ഉറക്കം തൂങ്ങുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: ഉച്ചത്തിലുള്ള കൂർക്കം വലി, പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പകൽ സമയം ഉറക്കം തൂങ്ങുക, വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഉറക്കം വരിക, ഇതൊക്കെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയും ഉറക്കക്കുറവിലേക്ക് നയിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ പെരുത്ത് കയറുന്ന പോലെ, അല്ലെങ്കിൽ കാലിലൊരു അസ്വസ്ഥത, കാലെങ്ങനെ വെച്ചാലും സ്വസ്ഥമാകാത്ത ഒരു അവസ്ഥ, എണീറ്റ് നടന്നെങ്കിൽ മാത്രമേ ആ കാലിൻ്റെ പിരിപിരിപ്പ് മാറുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥ, ഇവയൊക്കെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമിൻ്റെ അടയാളങ്ങളാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, അതുപോലെ തന്നെ മറ്റ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത് സ്ലീപ്പ് ഹൈജീൻ അല്ലെങ്കിൽ ഉറക്കം മെച്ചപ്പെടുത്താനുള്ള സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, ചായയും കാപ്പിയൊക്കെ ഒരു 5 മണി 6 മണിക്ക് ശേഷം ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഈ ബ്ലൂ ലൈറ്റ് ഉണ്ടാകുന്നത് നമ്മുടെ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ടി വിയിൽ നിന്ന്, കമ്പ്യൂട്ടേഴ്സിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കക്കുറവിനെ കൂടുതൽ തീവ്രമാക്കാറുണ്ട്. അപ്പോൾ ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുൻപൊക്കെ തന്നെ നമ്മൾ സ്ക്രീൻസ് എല്ലാം മാറ്റി വയ്ക്കുക. വൈകിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുക, ഒരു ചെറിയ കപ്പ് പാൽ ഉപയോഗിക്കുക, മനസ്സ് ശാന്തമായി വെക്കുക, ചെറിയൊരു മ്യൂസിക്കോ പുസ്തകവുമായിട്ട് ഉറങ്ങാൻ പോകുക. അതുപോലെ ഉറങ്ങുന്ന മുറി മറ്റ് ആക്ടിവിറ്റീസിന് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഉറക്കക്കുറവിന് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ പടിയായിട്ട്. പക്ഷേ എങ്കിലും ഉറക്കം വരുന്നില്ല, പകൽ സമയം നമ്മൾ ഒരുപാട് ഉറക്കം തൂങ്ങുന്നു, അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുവായ ഇടുന്നു, ഒരുപാട് യോണിങ് ഉണ്ടാകുന്നു, കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടണം. ഒരുപക്ഷെ ചെറിയൊരു കാലയളവിലേക്ക് മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ അണ്ടർലൈങ് ആയിട്ട് ഡിപ്രഷനോ അല്ലെങ്കിൽ ഉത്കണ്ഠാരോഗമോ ഒക്കെ ഉണ്ടോ എന്നുള്ള ഒരു വിദഗ്ധനെ കൊണ്ട് അതും കൂടെ നോക്കിപ്പിച്ച് അതിനുള്ള പരിഹാരം കൂടെ നമ്മൾ തേടേണ്ടതായിട്ട് വരും. ഉറക്കം എന്നുള്ള ഒരു കാര്യം മാനസിക സന്തുലനത്തിന് മാത്രമല്ല, ഒരുപാട് ശാരീരികമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് രോഗങ്ങൾ തീവ്രമാകാനും ഉണ്ടാകാനും ഒക്കെ ഇടയാക്കുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ്.
അത് നമ്മൾ കഴിവതും നേരത്തെ റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ തിരിച്ചറിയുക, അതിൻ്റെ പ്രതിവിധികളും തേടുക.